would now request Honorable Mayor of Calicut to address the August gathering. ബഹുമാനായ മിർസ മസ്തൂർ അഹമ്മദ് സാഹിബ്, വേദിയിലുള്ള ബഹുമാന്യരെ, ഈ സദസ്സിലുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, മറ്റ് നാട്ടുകാരെ, ജന്മം കൊണ്ട് പാകിസ്ഥാൻകാരനാണെങ്കിലും ലണ്ടനിൽ തൻ്റെ പ്രവർത്തന കേന്ദ്രമാക്കി കൊണ്ട് ഏതാണ്ട് 193 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന അഹമ്മദീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന മിർസ മസ്തൂർ അഹമ്മദ് കോഴിക്കോട്ട് എത്തിച്ചേരുകയും നമ്മെ അഭിസംബോധന സംസാരിക്കുകയും ചെയ്യുന്നതിൽ നമുക്കതിയായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് വിവിധ മതസംഘടനകളും ആ മതസംഘടനകൾക്കകത്തു തന്നെ നിരവധി എണ്ണമറ്റ ജാതി സംഘടനകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. എങ്കിൽ പോലും നമ്മുടെ രാജ്യത്തെ ജനങ്ങളാകെ ഒരു മഹത്തായ സന്ദേശം, ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന മുദ്രാവാക്യത്തിൽ ഉയർത്തി നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. വ്യത്യസ്ത ജാതികൾ, വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത വേഷ സംവിധാനങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന രാജ്യമാണെങ്കിലും നമ്മുടെ മഹത്തായ സന്ദേശം അതാണ്. ആ നിലയിൽ ലോകത്തിലാകെയുള്ള അഹമ്മദീയ വിഭാഗത്തിൻ്റെ ആത്മീയ നേതാവ് കോഴിക്കോട്ടെത്തി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രഭാഷണം, അദ്ദേഹം വിശ്വസിക്കുന്ന മതവിഭാഗത്തെ സംബന്ധിക്കുന്ന പ്രഭാഷണം കോഴിക്കോട്ടെ പൗരാവലിയുടെ മുമ്പിൽ അവതരിപ്പിക്കാനും അത് കേൾക്കാൻ സൗകര്യമുണ്ടാക്കുന്നതിനും നമുക്കിവിടെ സൗകര്യമുണ്ടായിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അഹമ്മദീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ നേതാവ് മിർസ മസ്തൂർ അഹമ്മദിന് നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ. Maulvi Muhammad Umar Sahab will come on the stage and translate the speech into Urdu. मोहतरम मेयर साहब कॉरपोरेशन ऑफ कैलिकट ने अपनी मुख्तसर खिताब में फरमाया, पैदाइश के लिहाज से बावजूद पाकिस्तानी होने के आप दुनिया के 93 ममालिक के अक़ीदतमंदों के रूहानी रहनुमा हैं। हिंदुस्तान को और ख़ास कर कैलिकट को यह फ़ख्र हासिल है इतनी अजीम शान शख्सियत का इस्तकबाल किया जाए। आपने कहा, हिंदुस्तान मुख्तलिफ़ मज़ाहिब की आमाजगाह है। यहाँ प्यार मोहब्बत और रवादारी का पैगाम हर तरफ नज़र आता है। हिंदुस्तान का पैगाम एक मुल्क और एक जनता है और कैलिकट की इस खुशखबरी पर मैं फ़ख्र महसूस करता हूँ कि इतनी अज़ीमुशान शख्सियत के इस्तकबाल की हमें तौफ़ीक मिली है। मैं दिल की गहराइयों से आपको खुश आमदीद कहता हूँ।